താത്തേ ഈ രേഷ്മ പിത്തങ്കച്ചന്റെ പുച്ഛിച്ച് പറയുന്നല്ലോ. അതെ, എന്റെ ഒഫീഷ്യൽ നെയിമാണ് രേഷ്മ പിത്തങ്കച്ചൻ. താത്തച്ചി ഒന്ന് അറിഞ്ഞേക്ക് കേട്ടോ. ആ വർത്തമാനം കൊണ്ട് ഇനി മേലിൽ എന്നെ പറഞ്ഞ ഇതായിരിക്കില്ല എന്റെ മറുപടി. നിനക്ക് എന്നെ ആള് മാറിയാണ് നീ കളിച്ചിട്ടുള്ളത്. നിനക്ക് ബാക്കി ഞാൻ തരാം. പിന്നെ ബീബി അല്ലേടി ബീബി. ആ സ്ത്രീയുടെ വോയിസ് കേട്ടത്. നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാം? നിങ്ങളാണോ കേസ്? ഹായ് ഗൈസ്, ഷെഫീന ബീവി രേണു സുധീനെ അണ്ണാക്കി പാചകം ചെയ്തിട്ടുണ്ട്. അവർ തമ്മിലുണ്ടായ എന്തോ ചെറിയൊരു ഇഷ്യൂ ആണ്. രേണുവിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇപ്പം അടുത്ത് കാണാനിടയായി. ആ സമയത്ത് ഞാനും വിചാരിച്ചു ഷെഫീന ബീവി എന്തൊക്കെയായിരിക്കും എന്നാ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ന് ഞാനും ചിന്തിച്ചു. അപ്പം അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ സമയത്താണ് ഈ വീടിന്റെ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഷെഫീന ബീവി ഫിറോസിനെയും ബിഷപ്പിനെയും ഒക്കെ അനുകൂലിച്ചുകൊണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ രേണുവിന്റെ സംസാരത്തിനെയും പെരുമാറ്റത്തിനെയൊക്കെ വല്ലാത്ത രീതിയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഉരുപൊട്ടിയിട്ടാണ് ഈ പുള്ളിക്കാരി ഇങ്ങനെ ഷെഫീനക്കെതിരെ കുറച്ചു ഹാർഷായിട്ട് സംസാരിച്ചിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് 2-3 കാര്യങ്ങൾ പറയാണ്. ചിലപ്പം ശബ്ദത്തിന് എന്തെങ്കിലും കുറവുണ്ടായിരിക്കാം. രണ്ടാമത് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ടാവും. നല്ല മഴക്കാറുണ്ട്, എപ്പോൾ വേണമെങ്കിലും പെയ്യാം, ഇരുട്ട് മൂടി കിടക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടെ ചെയ്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് രേണുവിന്റെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടേക്കാം. ഹലോ, നമസ്കാരം. രേണു സുധിയാണ്. അപ്പം സജന ചിത്ര വ്ളോഗിലാണ് നമ്മൾ ആ ഒരു ഷെഫീന ബീബി അല്ലേടി ബീബി ആ സ്ത്രീയുടെ വോയിസ് കേട്ടത്. നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാം? നിങ്ങളാണോ KHDCക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത്? നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നാണം കെട്ടവളെന്ന് വിളിക്കും. പിന്നെ ജന്തു തന്നെ വിളിക്കുന്നു. അതിന് എന്ത് ഇതാണ് വിളിക്കാനുള്ളത്? ഞാൻ പറയട്ടെ, ഭൂമിയിൽ നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കളാണ്. നമ്മളെല്ലാം ജന്തുക്കൾ തന്നെയാണ്. നിങ്ങളും അപ്പം ജന്തുവാണ്, ഞാനും ജന്തുവാണ്. ഒരു മനുഷ്യ, നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ്. അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലേ? പിന്നെ ഒരു കാര്യം, ഞാൻ പ്രസവിച്ച എന്റെ മക്കള്, അതുപോലെ സുധിച്ചേട്ടന്റെ രക്തത്തിൽ പറഞ്ഞ മക്കളുടെ കൂടെ അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കിയ വീട്ടിലാണോ ഞാൻ വന്ന് നിൽക്കുന്നത് ഇറങ്ങി പോടി എന്ന് പറയാൻ വേണ്ടിയിട്ട്? നിങ്ങളുടെ എന്തിനേലും ഞാൻ വന്നോ? നിങ്ങൾ പ്രതികരിച്ചോ? എന്റെ അടുത്ത് കൂടുതൽ പറയാൻ പറ്റില്ല. പിന്നെ അവർ പറഞ്ഞത് അതിനകത്ത് ഞാൻ കണ്ടവന്റെ കൂടെ പോയി തുണിയില്ലാത്ത കിടന്നെന്ന്. നിങ്ങളാണോ എനിക്ക് കൂട്ടുനിന്നത്? നിങ്ങളാണോ എന്റെ മാമാപ്പണിക്ക് വന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കേൾക്കുന്നതിനും എന്താ പറയാ, ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഷെഫീന ബീവിയോട് രേണു സുധി ഹാർഷായിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നമുക്ക് അതിലോട്ടൊക്കെ വരാം. ഇതിന് മറുപടിയായിട്ട് ഷെഫീന ബീവി അവരുടെ ചാനലിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ അതിൽ അവർ പറയുന്ന ഉത്തരങ്ങളും തിരിച്ചു ചോദിക്കുന്ന മറുചോദ്യങ്ങളും വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഷെഫീന ബീവിന്റെ വീഡിയോ കണ്ട സമയത്ത് അതിനകത്ത് അവർ ഉപയോഗിക്കുന്ന ഭാഷാ പ്രയോഗങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ചിലപ്പം ഈ രേണു സുധീനെ വല്ലാതെ മനസ്സിലേറ്റി നടക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും അരോചകം അല്ലെങ്കിൽ വെറുപ്പുളവാക്കുന്ന രീതിയിലുള്ള സംഭാഷണ ഭാഷാ ശൈലികളൊക്കെ തന്നെയാണ്. പക്ഷെ അതിലും അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം വാലിഡാണ്. അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ രേണുവിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. രേണു ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും രേണുവിന്റെ ക്വസ്റ്റ്യൻസിന്റെ ബദൽ മറുപടി ഷെഫീന ബീവിന്റെ ചാനലിലുള്ളതൊന്ന് കണ്ടേക്കാം. ഒന്നാമത്തെ കാര്യം അവര് ചോദിച്ചത്, അവര് പലയിടങ്ങളിൽ പലരുടെ കൂടെ പോയി കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു ഇത്രേ. ആ പറഞ്ഞതിന് പിന്നെ ഞാനാണോ അവളെ മാമാപ്പണി നടത്തിയെന്ന്? ഷെഫീന ബീവിക്ക് മാമാപ്പണിയില്ല. ആ പണിയുള്ളത് നിന്റെ വീട്ടിലുള്ള ആ മൈക്കാട് കളവനില്ലേ, അവനാണ്. അവൻ നടത്തുന്ന മാമാപ്പണിയിൽ നീയാണ് യഥാർത്ഥത്തിലുള്ള ഇരയും. അങ്ങനെ നിന്നെ വിറ്റിട്ടാണ് അയാൾ ജീവിക്കുന്നത്. ആ വർത്തമാനം കൊണ്ട് ഇനി മേലിൽ എന്നെ പറഞ്ഞ ഇതായിരിക്കില്ല എന്റെ മറുപടി. നിനക്ക് എന്നെ ആള് മാറിയാണ് നീ കളിച്ചിട്ടുള്ളത്. നിനക്ക് ബാക്കി ഞാൻ തരാം. അതവിടെ നിൽക്കട്ടെ. വസ്ത്രത്തിന്റെ അളവ് കുറയ്ക്കുന്നത് സ്ത്രീകളെ സ്വതവേ ആളുകൾ പറയുന്നതാണ്. തുണി അഴിച്ചിട്ട് ചാടുക, കണ്ടവന്റെ മുമ്പിൽ തുണി അഴിക്കുക എന്നുള്ളതൊക്കെ സ്വതവേ ആളുകൾ പറയുന്നത് പല സന്ദർഭങ്ങളിൽ പല സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയയ്ക്ക് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടവന്റെ മുമ്പ് തുണി അഴിക്കലല്ലേ, അതായത് റീൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടിയിൽ കൂടുതലായിട്ട് വന്നിട്ട് കമന്റ് കാണാറുണ്ട് ഇത്തരത്തിൽ. അതായത് അവർ ചെയ്യുന്ന സമയത്ത്, വീഡിയോ ചെയ്യുന്ന സമയത്ത് പഴയതിൽ നിന്ന് അവരവരുടെ വസ്ത്രത്തിന്റെ അളവ് കുറയ്ക്കുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ പല കാര്യങ്ങളും വിമർശിക്കും. ഓക്കെ, എനിക്ക് അത്തരത്തിലെ വിമർശനങ്ങളോട് പ്രത്യേകിച്ച് യോജിപ്പില്ല. വസ്ത്രം കാര്യങ്ങളൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കട്ടെ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അപ്പൊ ഞാനതാണ് വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഭാഷാ ശൈലികളും അതിലുപയോഗിക്കുന്ന പദപ്രയോഗങ്ങളും പലപ്പോഴും കേൾക്കുന്ന ആളുകൾ, അത് അവർ ഉപയോഗിക്കുന്ന പദങ്ങളോട് യോജിച്ചു പോകാത്ത ആളുകൾക്ക് അലോസരം ഉണ്ടാക്കുന്നതായിരിക്കും എന്നുള്ളത് മുൻകൂറായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ്. ബാക്കി കേൾക്കാം. പിന്നെ രണ്ടാമത് പറഞ്ഞത്, നിങ്ങളുടെ കെട്ടിയവനാണോ ആ വീട് തന്നത്? ആ വീട്ടിൽ എന്നെ ഇറങ്ങിപ്പോകാൻ പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണെന്നാണ് ചോദിച്ചത്. അവിടുന്ന് ഇറങ്ങി പോവൂല എന്ന് പറയാൻ നിനക്കെന്ത് അധികാരം? രേണു പിന്നെ സുധിയുടെ ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങള് ആണ് അവിടെ താമസിക്കുന്നത്. ആണോ? എന്നിട്ട് മൂത്തത് അവിടെയല്ലല്ലോ താമസിക്കുന്നത്. രണ്ടാമത്തത് ചോരയിൽ പിറന്നതാണ്. എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ DNA എടുക്കൂ. എടീ, എന്റെ കെട്ടിയവന്റെ വീട്ടിലാണോ എന്നൊരു ചോദ്യത്തിനുള്ള മറുപടി ഞാൻ തരാം. എന്റെ ഭർത്താവ് നാട് നീളെ പെണ്ണ് പിടിച്ച് അമരാവതിച്ച് നടന്ന വ്യക്തിയല്ല.
നല്ല അന്തസ്സുള്ള മനുഷ്യനായിരുന്നു. ഞാനേ ഭാര്യയായിട്ടുണ്ടായിരുന്നുള്ളൂ. അയാളുടെ കരിയറിൽ പിന്നെ നിറച്ച ഭാര്യമാരൊന്നും ഇല്ല. ഒരാള് ഞാനാണ് കെട്ടിയവള്, അടുത്ത ആള് ഞാനാണ് കെട്ടിയവള്, നിങ്ങൾ രണ്ടുമില്ല ഞാനാണ് കെട്ടിയവള് എന്ന് പറഞ്ഞ് 4-40 വന്ന് നിൽക്കുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഐറ്റം അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ല. ഈ ഒരു മറുപടി പുള്ളിക്കാരി ചോദിച്ചു വാങ്ങിയതാണ്. വെറുതെ ഇരിക്കുന്ന ആളുടെ അണ്ണാക്കി പോയി കോലിട്ട് കുത്തുക എന്നാൽ കേട്ടിട്ടില്ല. അത്തരത്തിലുള്ള ഒരു പണി ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മറുപടി കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. കാരണം ഈ സുധിയുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യമാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയക്കകത്തുണ്ടായിരുന്നു. 2-3 ഭാര്യമാരെ കുറിച്ചിട്ടും അവരുടെ അവകാശങ്ങളെ കുറിച്ചിട്ടൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് ചർച്ചയായിട്ടുള്ളതാണ്. അവര് 2 ഭാര്യമാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർവ്യൂസ് വഴി കടുപിടി ആയതാണ്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ചോദിച്ചു വാങ്ങിയ ഇത് തന്നെയാണ്. അല്ലാണ്ട് ഇതിപ്പം സുധീന്റെ പേരും കൂടെ നാറ്റിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകാന്നുള്ളതൊക്കെ നമ്മൾ മുൻപേ ഒരു സൂചന കൊടുത്തിട്ടുള്ളതാണ്. പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ക്രിയേറ്റർ ആയിട്ട് മുമ്പോട്ട് പോകാനുള്ള എല്ലാ ഓപ്ഷൻസും അവിടെ ഉണ്ടായിരുന്നിട്ടും തൊട്ടേനും പിടിച്ചതിന് അവസരം കിട്ടുമ്പോൾ എല്ലാ സമയത്തും സുധിയുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് വിനിയോഗിച്ചതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ഗതി വന്നിട്ടുള്ളത്. ഇനി നീ പറഞ്ഞതുപോലെ നിന്റെ കൂട്ടുകാരി ഹനാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഗർഭം അലസിപ്പിച്ചു, നിന്റെ അണ്ണാക്കി പിരിവെട്ടിയ ആ വർത്താനം നിനക്ക് അതിന് മറുപടി ഒന്നും നിനക്ക് പറയണ്ടായോ? നീ ഒന്നിനു മുമ്പേ അതുലിനെതിരെ കേസ് കൊടുക്കാൻ പോയി. ആ ചെറുക്കൻ പറഞ്ഞതിനെ ചോദിച്ചാൽ നിനക്ക് മറുപടിയുണ്ട്. എന്തെങ്കിലും മറുപടിയോ ഉത്തരവോ നിനക്കുണ്ടോ? അതൊന്നുമില്ല. അവനെതിരെ കേസ് കൊടുക്കാൻ അവനെ മൂക്കി വലിക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ. അവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അതെ, ഇതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് വാലിഡ് ക്വസ്റ്റ്യൻസ് ഷെഫീന ബീവി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളിൽ പോയിന്റ് ഉണ്ടെന്നുള്ളത്. പണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയക്കകത്ത് ഈ രേണു എന്ന് പറയുന്ന ഒരു ചർച്ചാ വിഷയം വല്ലാണ്ട് ആളി പടരുന്നതിന് മുമ്പ് അതുൽ ബ്ലോഗ്സിന് എന്തിനാ ഇവർ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും തുടർന്ന് അവിടുന്ന് വളരെ വികാരപരിധിയായി കരഞ്ഞുകൊണ്ട് ഓൺലൈൻ മീഡിയാസിന് ബൈറ്റ് കൊടുക്കുകയും ആക്രോശിച്ച് ചാടുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പുള്ളിക്കാരിയും പുള്ളിക്കാരിന്റെ ചേച്ചിയും കൂടെ. അതിന്റെ 10-1 പോലും ഹനാൻ വന്നിരുന്നിട്ട് എന്താണ് ഇവർ പോയി എന്തോരം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണെന്ന് നോക്കണം. ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, ഗർഭം അലസിപ്പിക്കുന്നു, സുധിയുള്ള സമയത്ത് തന്നെ മറ്റൊരു പുരുഷനായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഹനാൻ പറയാണ്. അപ്പൊ ആ ഒരു കാര്യത്തിന് അത്രയും നിസ്സാരവൽക്കരിച്ചിട്ട് ചിരിച്ചു തള്ളി റീച്ചിന് വേണ്ടിയല്ല അവർ എന്തേലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കി ഈ പുള്ളിക്കാരിയാണ് ഇപ്പൊ നോക്കുക ഈ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് എടുത്ത് ചാടുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇവര് ഹനാന്റെ പുറകെ പോകുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിലനിൽക്കുകയാണ്. അല്ലാത്ത എല്ലാ വള്ളിയും കയറി ചാടി പിടിക്കുന്നുണ്ട്. ഇപ്പൊ ഷെഫീന ബീവി വീഡിയോ ചെയ്തതിന് അവർക്കെതിരെ ഇവർ വീഡിയോ ചെയ്യുന്നു, ഒച്ച എടുക്കുന്നു. പിന്നെ അല്ലാത്തതിന് അതുലിനെതിരെ ഓടി നടന്ന് കേസ് കൊടുക്കുന്നു, ഡാനിസത്തിനെതിരെ ഓടി നടന്ന് കേസ് കൊടുക്കുന്നു. പക്ഷെ ഹനാനെതിരെ ഇതേമാതിരി ആക്രോശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാനോ സ്റ്റേഷൻ മുഖേന പരാതി കൊടുത്ത് മുമ്പോട്ട് പോകാനോ ഇവർ തയ്യാറാവുന്നില്ല. അപ്പൊ അവിടെ രേണു സുധിക്ക് നേരെ തന്നെയാണ് എന്നാണ് ആളുകൾ വിരൽ ചൂണ്ടുന്നത്. ഈ പ്രോപ്പർട്ടി തന്നിരിക്കുന്ന ബിഷപ്പാണ്. അദ്ദേഹത്തിന്റെ അധികാരത്തിൽ അദ്ദേഹം തന്ന വസ്തു നിനക്കെന്ത് അവകാശം? നിന്റെ മക്കൾ അവിടെ നിർത്തണമെന്ന് ഒരു നിർബന്ധമില്ല. അവരുടെ പേർക്ക് കൊടുത്തതേ ഉള്ളൂ. നീ അവിടെ താമസിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ആ ഗേറ്റല്ല ആ മതിലും ആ പറയുന്ന വീടും ഒക്കെ നാട്ടുകാരുടെ പൈസയാണ്. നാണോ ഉളുപ്പോ ഉള്ളവരാണെങ്കിൽ എന്റെ അടുത്തൊന്ന് ചോദിക്കുവോ ഈ വീട് നീയാണോ ഉണ്ടാക്കി തന്നെന്ന്? എടീ, എനിക്ക് ഭ്രാന്തില്ല നിനക്ക് നിന്നെ പോലെ ഒരു അലവലാതിക്ക് വീടുണ്ടാക്കി തരാൻ. ഞാൻ പ്രസവിച്ച മക്കൾക്ക് ഞാനാണ് ചെലവിന് കൊടുക്കുന്നത്. എന്റെ ഭർത്താവ് മരിച്ച് വിധവയായി നിൽക്കുന്ന ഞാൻ 15 വർഷമായി. മകൻ മരിച്ച് ഇത്ര നാളായി. ആ അമ്മയ്ക്ക് ഉൾപ്പെടെ അവർക്ക് വേണ്ട എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുന്നവള് ഞാനാണ്. എന്റെ ഭർത്താവിന്റെ അമ്മയ്ക്ക് ചെലവിന് കൊടുക്കുന്നത് പോലും ഞാനാണ്. ഞാൻ കഷ്ടപ്പെട്ടാ കൊടുക്കുന്നത്. അല്ല ഞാൻ അയ്യോ തായോ അമ്മ തായോ ഐ പിച്ചൈ എന്റെ കൊച്ചുങ്ങളെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? കൊണ്ടേ കുഴി വെക്കണോ? ഇത്തരത്തിൽ ഒരു കമന്റ് ഞാൻ പറഞ്ഞതായിട്ട് നിനക്ക് കാണിക്കും. ഇനി ബിഷപ്പിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം അവർക്ക് താമസിക്കാനും കയറി കിടക്കുന്നതിന് വേണ്ടിയിട്ട് വീട് വെക്കാൻ ഒരു സ്ഥലം കൊടുത്തു. അതിനുശേഷം ആ സ്ഥലമായിട്ട് ചുറ്റിപ്പറ്റി പല ആരോപണങ്ങൾ ഉണ്ടാവുന്ന സമയത്തും രേണു ഈ ബിഷപ്പിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല വേണ്ടത്. അവരുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. കാരണം ഇതിന്റെ ഇടയിൽ ബിഷപ്പിന്റെ കുടുംബക്കാരെ കുറച്ച് ആൾക്കാർ കയറി കളിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് ചർച്ചയായ വിഷയമാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ബിഷപ്പിനെ പറഞ്ഞ് മനസ്സിലാക്കി ബിഷപ്പിന്റെ കൂടെ നിൽക്കേണ്ട രേണു എന്ത് ചെയ്യാണ്? തിരിഞ്ഞു കുത്തിയിട്ട് മറ്റേ സജീന വ്ലോഗ്സ് എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ചാനലിൽ പോയിരുന്നിട്ട് ബിഷപ്പിനെ വിഷപ്പാമ്പ്, അതായത് ഒരു ഉന്നത സ്ഥലത്തിരിക്കുന്ന ഒരു വ്യക്തി, അതും ഇവർക്ക് കയറി കിടക്കാൻ വീട് വെക്കാൻ വേണ്ടി ഒരു സ്ഥലം കൊടുത്ത വ്യക്തി, അവരെ വിളിക്കുകയാണ് വിഷപ്പാമ്പ് എന്ന്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവരെ പിന്നെ ഏത് രീതിയിലാണ് ആളുകൾ വിമർശിക്കുക? പല ആൾക്കാരെ വിമർശന രീതി പല രീതിയിലായിരിക്കും. അപ്പം അത്തരത്തിൽ വിമർശിക്കുന്ന ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഇവർ തയ്യാറാകേണ്ടി വരും. ഈ രേണു കാരണം എന്തോരം സഫർ ചെയ്തിട്ടുണ്ടാവും അത് അവർ ആലോചിക്കുന്നില്ല. ഇവരെന്താ വൺ സൈഡ് മാത്രമാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് അവർ കാരണം ഉണ്ടായ നാണക്കേട് മാത്രമാണ് വലുത് എന്ന് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് തിരിച്ച് ചിന്തിക്കാൻ പറ്റാത്തത്. കൂടെ കുറച്ച് കമ്പനിക്കാരികളും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇവരെ വിമർശിക്കുന്നവരെല്ലാം കൂടെ ആക്കി വിടുന്ന സമയത്ത് ഇവരാണ് വലിയ സംഭവം എന്നാണ് ഇവർ കരുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇവരിപ്പോഴും കയറി കിടക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ അവർ കൊടുത്തിട്ടുള്ള വസ്തുവകകൾ തന്നെയാണ്. എന്നിട്ടാണ് ഇവർ വീണ്ടും അവിടെ ഇരുന്നുകൊണ്ട് വീണ്ടും ഈ കൊടുത്ത ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രേണു പറഞ്ഞു മക്കൾക്കാണ് കൊടുത്തത് എന്നുള്ളത്. പക്ഷെ മക്കൾക്കാണ് കൊടുത്തത് എന്നുള്ള ആ ഒരു ബോധം പല സന്ദർഭങ്ങളിലും രേണു കാണിക്കുന്നില്ല. ഒന്നുമില്ലെങ്കിലും കിച്ചു അത്രയും വലുതായി. കിച്ചുവിന് ആ
ആ സ്ഥലം വീടുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളോട് സംസാരിക്കാനുള്ള പ്രാപ്തിയുണ്ട്. അപ്പൊ രേണുവിനേക്കാളും കൂടുതൽ കിച്ചുവാണ് ആ വീടിന് അവകാശിയെങ്കിൽ കിച്ചു അല്ലേ ഈ കാര്യങ്ങൾ ഇടപെടേണ്ടതും സംസാരിക്കേണ്ടതും എല്ലാം. അവിടെ രേണുവിന്റെ അച്ഛനുമാണ് ആധിപത്യം സ്ഥാപിച്ചിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈൻ മീഡിയാസിലെ ഇന്റർവ്യൂവിന്റെ സമയത്ത് രേണുവിന്റെ അച്ഛന്റെ സാന്നിധ്യം വളരെ അധികമാണ് നമ്മൾ കണ്ടതാ. പുള്ളിക്കാരൻ പോയിട്ട് ചുമര് മാന്തി പൊളിക്കുന്നു, മതിലിടിഞ്ഞു പോയ കാര്യങ്ങൾ അധികം വിശാലമായിട്ട് സംസാരിക്കുന്നു. എന്തുകൊണ്ട് കിച്ചുവിനെ ഒരു നേരം നിങ്ങൾ അവിടെ വിളിച്ചു വരുത്തി, മകനെ ഇത് നിന്റെ വീടാണ്, അവർ വെച്ച് തന്ന വീടിന് ഇന്നെ പോരായ്മകളുണ്ട്, നീയാണിത് സമൂഹത്തിനോട് തുറന്നു പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അവനെ മുന്നിൽ നിർത്തിയില്ല? എന്തുകൊണ്ട് നിർത്തിയില്ല? കിച്ചുവിന്റെയും ഋതപ്പന്റെയും വീടാണ് എന്നുള്ള ഒരു ബോധമുണ്ടെങ്കിൽ നിങ്ങൾ തന്ന ആളുകളോട് നന്ദി പ്രകടിപ്പിച്ചിട്ട് വീടിന് വേണ്ട കാര്യങ്ങൾ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവുക. അതല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ താമസിച്ചുകൊണ്ട് വീട് വെച്ച് തന്ന ആൾക്കാരും സ്ഥലം തന്ന ആൾക്കാരും വിമർശിക്കുകയും കൊത്തിപ്പറക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ പല രീതിയിലുള്ള വിമർശനങ്ങളും കമന്റുകളും കാണുന്നുണ്ടാവും. പല ആളുകൾ ഇത് നിങ്ങളുടെ വീടല്ല എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയ വീടാണെങ്കിൽ, സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ നമുക്ക് ഇത് കേൾക്കേണ്ടി വരില്ലല്ലോ എന്നുള്ള ഒരു തോന്നലും ഉണ്ടാവാം. പക്ഷെ ആ തോന്നൽ ഉണ്ടാവാം. അത് എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറയുന്ന സമയത്ത് ആ തോന്നൽ ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലാണ്ട് നമ്മൾ തന്നെ പോയിട്ട് അവരെ കടിച്ചിട്ട് അവർ തിരിച്ചു പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഈ തോന്നൽ ഉണ്ടായിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇത്രയും വിപുലമായിട്ടൊന്നും പറയണ്ട, വളരെ ചുരുക്കത്തിൽ, ചുരുക്കത്തിൽ പറയാൻ ഇത്രയേ ഉള്ളൂ. എന്റെ തന്ത നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്ന നല്ല മനുഷ്യനാണ്. അല്ല നിന്റെ തന്തയെ പോലെ മകളുടെ വരുമാനം കാത്തിരിക്കുന്നവനല്ല. നീക്ക് വേണ്ടതും എന്റെ ഒരു 2 തലമുറയ്ക്ക് അപ്പുറത്തേക്കുള്ളവർക്ക് ജീവിക്കാനുള്ളതും കൃഷിപ്പണിയിലൂടെ സമ്പാദിച്ച് വെച്ച തന്ത തന്നെയാണ് എന്റേത്. നിന്റെ തന്തയെ പോലെ മകൾക്ക് ആരെങ്കിലും ദാനം കിട്ടിയ സ്ഥലത്തിന് ഇത് പറ്റൂല, ഇവിടുത്തെ വാഷ് നടക്കുന്നില്ല, മറ്റത് നടക്കുന്നില്ല, എന്റെ ടൈപ്പ് ശരിയല്ല, എന്റെ പൈപ്പ് ശരിയല്ല, അവ മാറ്റത് ശരിയല്ല. മൈക്കാട് കളവനിക്ക് ജോലി എടുക്കാൻ വയ്യാതെ ഇരുന്ന് തിരുന്ന് കുരുവെട്ടിയിരിക്കുന്ന തന്തയും തള്ളയും വെച്ചിട്ട് ഷെഫീനയുടെ കൊണ്ടേ കയറാൻ വന്നാ ഉണ്ടല്ലോ എന്തിരച്ചി മോളെ മര്യാദ ഞാനങ്ങ് മറക്കും. ഇവിടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇല്ല. ചേരിക്ക് അങ്ങോട്ട് തരും, വെച്ചിട്ട് പോടി. മേലെ ഷെഫീനായ ചലഞ്ച് ചെയ്ത് ഏരിയ കണ്ടുവരുന്നു. പറഞ്ഞേ ഈ സാധനം എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലും കാണാൻ പോയി കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന പോലീസുകാർ ഞാൻ പറയണ അവരതും കൂടെ കേൾക്കാൻ തയ്യാറായിക്കണം. ചുമ്മാ ഇരുന്ന് എന്നെ ചൊറിഞ്ഞതാണേ. ദാറ്റ്സ് ഇറ്റ്. ഇതില് പുള്ളിക്കാരിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും സുതിക്കും എല്ലാവർക്കും നിരത്തി പിടിച്ച് വിളി കേട്ടിട്ടുണ്ട്. ഇതിൽ അവര് പറയുന്ന കാര്യങ്ങളിലെ ഭൂരിഭാഗം സാധനങ്ങളും വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പം ഇതിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ഞനം കുത്തി വർത്താനം പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടെങ്കിൽ മാത്രം ഇതിനൊരു മറുപടി കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കും. അപ്പം ഇതിന്റെ ഫുൾ വീഡിയോ കാണേണ്ട ആൾക്കാർ ഷെഫീന ബീവിന്റെ ചാനലിൽ പോയിട്ട് കാണുക. നമ്മൾ കുറച്ചേ എടുത്ത് കാണിച്ചിട്ടുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.